ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. നമ്മളൊക്കെ നേരിടുന്ന ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നുള്ളത് പ്രാർത്ഥന മാത്രമാണ്. പ്രാർത്ഥനയാൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ലെന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഭവത്തിൽ അവർക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥന മാത്രമല്ല, വിശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് കാര്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുമെന്നും കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. തന്നെയുമല്ല, പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു വസ്തുതയാണ്. അത് നമ്മുടെ കർത്താവാണ് നമുക്ക് മാതൃകയായി നിൽക്കുന്നത്. കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം പ്രാർത്ഥന നിലനിർത്തി എന്നുള്ളത് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ. എന്നാൽ ചില പ്രത്യേക കാര്യങ്ങൾക്ക് പ്രാർത്ഥന മാത്രം പോരാ എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതേക്കുറിച്ച് ചിന്തിക്കുവാനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം വായിക്കട്ടെ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നോക്കണേ, ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവായ്മൊഴി കൊണ്ട് അരുളി ചെയ്ത വാക്കുകളാണ്. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്ഭുതമാണ് ആദ്യം കർത്താവ് ഓർപ്പിച്ചത്. ഇനിയുമല്ല, ഒന്നും നമുക്ക് അസാധ്യമാവുകയില്ല എന്ന് കർത്താവിൻ്റെ ഉറപ്പ് എത്ര സന്തോഷം പകരുന്ന കാര്യമാണ്. അതിനുശേഷം പറയുന്നത്, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. ഇതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ആളുകളെക്കുറിച്ചോ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെക്കുറിച്ചോ ആണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ദൈവത്തിന് ഒരുപോലെ തന്നെയാണ്. ഈ ജാതി എന്ന് പറഞ്ഞിരിക്കുന്നത് പൈശാചിക ശക്തികളെക്കുറിച്ച് മാത്രമാണ്. അതായത് ചില വിഷയങ്ങൾ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് പ്രാർത്ഥനയില്ലായ്മ കൊണ്ടല്ല, ഉപവാസം അത്യാവശ്യമായിട്ടും ഉണ്ടായിരിക്കണമെന്നതിൻ്റെ സൂചനയാണ് കർത്താവ് ഇവിടെ നൽകുന്നത്. പ്രാർത്ഥനാ ജീവിതം നിലനിർത്തുന്നു എന്ന് നമ്മളൊക്കെ പറയുമ്പോഴും ചില വിഷയങ്ങൾക്ക് നമുക്ക് മറുപടി ലഭിക്കാതെ നമ്മൾ ഭാരപ്പെടുന്നില്ലേ? പ്രാർത്ഥനാ ജീവിതം മാത്രം പോരാ, വിശ്വാസ ജീവിതം മാത്രം പോരാ, ഹൃദയത്തിൽ സംശയിക്കാതെ ഏതെങ്കിലും കാര്യങ്ങളോട് പറയുന്നത് മാത്രം പോരാ, മറിച്ച് അതോട് ചേർന്ന് ഉപവാസവും ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എത്രയൊക്കെ വിശ്വസിച്ചിട്ടും മറുപടി ലഭിക്കാത്ത ചില വിഷയങ്ങൾ നിങ്ങളെ അലട്ടുന്നു എങ്കിൽ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം, ശ്രദ്ധയോടെ മനസ്സിലാക്കിക്കൊള്ളണം. അതായത് നമ്മൾ ഉപവാസം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഉപവാസം നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ലല്ലോ, കർത്താവ് തന്നെ പറഞ്ഞതാണ്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല എന്ന്. പ്രിയരെ, ഒന്ന് പരീക്ഷിച്ച് നോക്ക്. കർത്താവ് പറഞ്ഞ വാക്കല്ലേ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഉപവാസം നമുക്ക് അത്യന്താപേക്ഷിതമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് മറുപടിക്കായി. ഒരിക്കലും കർത്താവ് പറഞ്ഞതായതുകൊണ്ട് അത് പരാജയപ്പെടില്ല. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാൽ അനേക വിഷയങ്ങൾക്ക് ഞങ്ങൾ മറുപടി കണ്ടിട്ടുണ്ട്. എന്നാൽ ചില പ്രത്യേക വിഷയങ്ങൾ ദീർഘനാളുകൾ പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലാതെ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ ഉപവാസം കുറഞ്ഞിരിക്കുന്നെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപവാസത്തോടെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.